ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8 നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്രണ്ടന്റ് ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 നടന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന്റെ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുൻപത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് KLDCയുടെ 3rd ഗ്രേഡിന്റെ 2 ക്വസ്റ്റ്യൻ പേപ്പറും PWD ഇറിഗേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3ൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യവും പാർട്ട് 21 മുതൽ 30 വരെയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. മാക്സിമം സ്പേസിംഗ് ഓഫ് വെർട്ടിക്കൽ സ്റ്റിഫ്നേഴ്സ് ഇൻ പ്ലേറ്റ് ഗർഡർ. പ്ലേറ്റ് ഗർഡറുകളിൽ നമ്മൾ കൊടുക്കുന്ന വെർട്ടിക്കൽ സ്റ്റിഫ്നേഴ്സിൻ്റെ മാക്സിമം സ്പേസിങ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ശരിക്കും സ്റ്റീൽ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ITI ലെവലിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല സ്റ്റീൽ സ്ട്രക്ചർ എന്നുള്ളത്. എന്താണ് ഈ ഗേർഡേഴ്സ്, എന്താണ് ഈ പ്ലേറ്റ് ഗർഡർ എന്ന് പറഞ്ഞാൽ? 2 സപ്പോർട്ടുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറാണ് ഗർഡർ എന്നുള്ളത്. ഈ ഗേർഡേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യും? വെർട്ടിക്കൽ സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് ഈ വെർട്ടിക്കൽ സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബക്ലിങ്ങിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വെർട്ടിക്കൽ സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ വെർട്ടിക്കൽ സ്റ്റിഫ്നെസ് കൊടുക്കുമ്പോൾ അത് മാക്സിമം 1.5 ഡിയിലേ കൊടുക്കാൻ പാടുള്ളൂ. എന്താണ് 1.5 ഡി എന്ന് പറഞ്ഞാൽ? ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫ്ലാഞ്ചസ്. 2 ഫ്ലാഞ്ചുകൾ തമ്മിലുള്ള ദൂരം ഡി ആണെങ്കിൽ അതിൻ്റെ 1.5 ടൈംസ് മാത്രമേ മാക്സിമം സ്പേസിങ് കൊടുക്കാൻ പാടുള്ളൂ. മിനിമം സ്പേസിംഗ് എന്ന് പറയുന്നത് D/3 ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 0.33 ഡിയിലാണ് മിനിമം വെർട്ടിക്കൽ സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മാക്സിമം 1.5 ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വെൽഡിംഗ് ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സൈറ്റ് വെൽഡിംഗ് ഇസ് ടേക്കൺ ആസ്. വെൽഡിങ്ങിൽ സൈറ്റ് വെൽഡിങ്ങിന് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എത്രയാണ് എടുക്കാറുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു കോഡ് പ്രൊവിഷൻ ആണ്. IS 800 നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ കോഡാണ് IS 800 എന്നുള്ളത്. IS 800ന്റെ ടേബിൾ 5 ഏതൊക്കെ വെൽഡിങ്ങിന് അല്ലെങ്കിൽ റിവെറ്റിങ്ങിന് ബോൾട്ടിങ്ങിനൊക്കെ ഏത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും അവസാനമായിട്ട് വെൽഡുകൾക്ക് ഷോപ്പ് ഫാബ്രിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ 1.25ഉം ഫീൽഡ് ഫാബ്രിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ ഫീൽഡ് ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നതാണ് എന്ത്? സൈറ്റ് വെൽഡിംഗ് എന്നുള്ളത്. ഫീൽഡ് ഫാബ്രിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ 1.5ഉം ആണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ റിവെറ്റുകൾ എടുക്കുകയാണെങ്കിൽ റിവെറ്റുകൾക്ക് ഷോപ്പ് ഫാബ്രിക്കേഷൻ ആണെങ്കിൽ 1.25ഉം സൈറ്റ് ഫാബ്രിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫീൽഡ് ഫാബ്രിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ 1.25ഉം തന്നെയാണ് എടുക്കുന്നത്. ബോൾട്ടുകൾക്ക് എല്ലാം 1.25 ആണ്. അതായത് ഷോപ്പ് ഫാബ്രിക്കേഷൻ ആണെങ്കിലും ഫീൽഡ് ഫാബ്രിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഫ്രിക്ഷൻ ആയാലും ബെയറിംഗ് ആയാലും 1.25 ആണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൺസിഡർ ചെയ്യാറുള്ളത്. ഇതിലാകെ വ്യത്യാസം വരുന്നത് ഏതിന് മാത്രമേ ഉള്ളൂ? വെൽഡിന് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. വെൽഡിൽ സൈറ്റ് ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നതിന്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.5 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ ബോൾട്ട് ആർ സ്റ്റാഗേർഡ് അറ്റ് ഈക്വൽ ഇന്റർവെൽ ആൻഡ് ദ ഗേജ് ഡസ് നോട്ട് എക്സീഡ്. ഓക്കെ, അപ്പം 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ ബോൾട്ട് ആർ സ്റ്റാഗേർഡ് അറ്റ് ഈക്വൽ ഇന്റർവെൽ ആൻഡ് ഗേജസ് ഡസ് നോട്ട് എക്സീഡ്. ബോൾട്ടുകൾ സ്റ്റാഗർ ചെയ്ത് നിൽക്കാന്ന് വിചാരിക്കുക. അറ്റ് ഈക്വൽ ഇന്റർവെൽ 2 അഡ്ജസന്റ് ആയിട്ടുള്ള റോകളിലുള്ള ബോൾട്ടുകൾ തമ്മിലുള്ള ദൂരം ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് ഈക്വൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗേജ് എത്ര കൂടാൻ പാടില്ല എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും 2 ടേമുകളാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഒന്ന് ഗേജും രണ്ടാമത്തത് പിച്ചുമാണ്. എങ്ങനെയാണോ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഉള്ളത് അതേ ഡയറക്ഷനിൽ തന്നെ 2 ബോൾട്ടുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയാം. അപ്പോൾ ഏതാണോ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അതേ ഡയറക്ഷനിൽ തന്നെ 2 ബോൾട്ടുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തെടുക്കുകയാണ്. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോൾട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പിച്ച് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പിച്ച് കാണാം. ഫിഗറിൽ P എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത്? പിച്ച് എന്നുള്ളത്. ആൻഡ് വാട്ട് ഈസ് ഗേജ്? ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ജസ്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് നമ്മൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എങ്ങനെയാണോ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഉള്ളത് അതിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 റോകളിൽ തമ്മിലുള്ള ബോൾട്ടുകളിലെ 2 റോയിൽ വരുന്ന അഡ്ജസൻ്റ് ആയിട്ടുള്ള ബോൾട്ടുകളുടെ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാണ്. എങ്ങനെ? അലോങ് ദി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് നമ്മൾ മെഷർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയാം.
അപ്പോൾ ഈക്വൽ ഇൻ്റർവെല്ലിൽ സ്റ്റാഗർ ചെയ്തിട്ടുള്ള ബോൾട്ടുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഗേജ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പാടില്ല, 75 mm കൂടാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അപ്പർ ഈൽഡ് പോയിന്റ് ഇൻ എ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇൻ സ്ട്രക്ചറൽ സ്റ്റീൽ ക്യാൻ ബി അവോയ്ഡഡ് ബൈ. ഒരു സ്ട്രക്ചറൽ സ്റ്റീലിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ വരുന്ന അപ്പർ ഈൽഡ് പോയിന്റിനെ എങ്ങനെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹോട്ട് വർക്കിംഗ് ആണ്. എന്താണ് ഈ ഹോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ സ്റ്റീലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് റീക്രിസ്റ്റലൈൻ ചെയ്യുക. അപ്പോൾ ഒരു റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് മുകളിൽ ഒരു മെറ്റലിനെ പ്ലാസ്റ്റിക്കലി ഡീഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോട്ട് വർക്കിംഗ് എന്ന് പറയുക. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാവില്ല. അങ്ങനെ സ്ട്രെയിൻ ഹാർഡനിങ് ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അപ്പർ ഈൽഡ് പോയിന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ഈസ് കോൾഡ് വർക്കിംഗ്? കോൾഡ് വർക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഹോട്ട് വർക്കിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്, അതിന് ടെമ്പറേച്ചർ കൊണ്ടുവരികയാണ്. എന്നാൽ കോൾഡ് വർക്കിങ്ങിൽ അല്ലെങ്കിൽ കോൾഡ് ഫോമിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനേക്കാൾ കുറവുള്ള ഒരു ടെമ്പറേച്ചറിൽ അതിനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കും. അതിനെ ഫോം ചെയ്യുന്നതിന് ഷേപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൾഡ് വർക്കിംഗ് എന്ന് പറയാം. എന്താണ് ഈ ക്വെഞ്ചിങ് എന്ന് പറഞ്ഞാൽ? ക്വെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ചൂടാക്കിയിട്ടുള്ള ഒരു മെറ്റലിനെ പെട്ടെന്ന് തണുപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വെഞ്ചിങ് എന്ന് പറയുക. റാപ്പിഡ് കൂളിങ്ങിനെയാണ് നമ്മൾ ക്വെഞ്ചിങ് എന്ന് പറയുന്നത്. അത് ഓയിലിലോ അല്ലെങ്കിൽ വാട്ടറിലോ എയറിലോ ഒക്കെ എന്ത് ചെയ്യും, അതിനെ വെച്ചുകൊണ്ട് അതിനെ പെട്ടെന്ന് കൂളിപ്പിക്കുക. അത് വളരെ ചൂടായിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയലിനെ എന്ത് ചെയ്യാണ്, ആ വർക്ക് പീസ് വെള്ളത്തിലോ ഓയിലൊക്കെ മുക്കുന്നത് കാരണം പെട്ടെന്ന് റാപ്പിഡായിട്ട് കൂൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വെഞ്ചിങ് എന്ന് പറയുക. ഗാൽവനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്, സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അയേണിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, സിങ്ക് കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗാൽവനൈസിംഗ് എന്ന് പറയാം. ഗാൽവനൈസിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്റ്റിങ്ങും അതേപോലെ തന്നെ കൊറോഷനൊക്കെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗാൽവനൈസിങ്ങിൻ്റെ ഉദ്ദേശം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മെഷറിംഗ് ഫോം വർക്ക് നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ഓപ്പണിംഗ്. എത്ര ചെറിയ ഓപ്പണിങ്ങുകൾക്കാണ് ഡിഡക്ഷൻ കൊടുക്കാത്തത് എന്നുള്ളതാണ് ഫോം വർക്കിൽ കേട്ടോ. ഫോം വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ഒക്കെ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് എത്രയാണോ അതിൻ്റെ സൈസും ഡയമെൻഷൻസും ഉള്ളത് ആ ഡയമെൻഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫോം വർക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ആ ഫോം വർക്ക് നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് അതിൽ ചെറിയ ഓപ്പണിങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് ഡിഡക്ട് ചെയ്ത് കളയില്ല. അത് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എത്ര ചെറിയ ഓപ്പണിങ്ങുകൾക്കാണ് ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യാത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഫോം വർക്കിന്റെ ഡിഡക്ഷൻ കൊടുക്കാത്തത് 0.4 m². നമുക്കറിയാം ഷട്ടറിങ് അല്ലെങ്കിൽ ഫോം വർക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ് അല്ലേ, ഏരിയയിലാണ് നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. 0.4 താഴെയുള്ള ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഫോം വർക്ക് ഡിഡക്ഷൻ കൺസിഡർ ചെയ്യില്ല. ഇതേപോലെ തന്നെ ഡിഡക്ഷൻ കൺസിഡർ ചെയ്യാത്ത മറ്റ് ചിലതും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നുപോലെ പ്ലാസ്റ്ററിങ്ങും പോയിന്റിങ്ങും എന്താണ്, ഏരിയയിലാണ് മെഷർ ചെയ്യുക. അവിടെ ഇതേപോലെ 0.5 m² ഏരിയ കുറവുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യില്ല. 0.5 to 3 m² ആണെന്നുണ്ടെങ്കിൽ 1 സൈഡ് ഡിഡക്ഷൻ കൊടുക്കും. ഗ്രേറ്റർ ദാൻ 3 m² ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 സൈഡ് ഡിഡക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡ് ഡിഡക്ഷൻ കൊടുത്തിട്ട് അതേപോലെ ഈ ഡോറിൻ്റെ സില്ലിനും ജാമ്പിനും ഒക്കെ ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫോം വർക്ക് സാധാരണ പ്ലാസ്റ്ററിങ്ങും പോയിന്റിങ്ങും പോലെയാണ് എന്ന് വിചാരിക്കരുത്. ഫോം വർക്കിൽ നമ്മൾ ഡിഡക്ഷൻ കൊടുക്കാത്തത് 0.4 m². ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒറിജിനൽ കോസ്റ്റ് ഓഫ് എ പ്രോപ്പർട്ടി മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് കോൾഡ് ആസ്. ഒരു പ്രോപ്പർട്ടിയുടെ ഒറിജിനൽ കോസ്റ്റ് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ എന്താണ്, ബുക്ക് വാല്യൂ ആണ്. എന്താണ് ഈ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയാം. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ ബുക്ക് വാല്യൂ ഓരോ വർഷവും ആ പ്രോപ്പർട്ടിക്ക് സംഭവിക്കുന്ന ഡിപ്രീസിയേഷൻ സബ്ട്രാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. സോ ഓരോ വർഷവും അതിനുണ്ടാകുന്ന ഡിപ്രീസിയേഷൻ സബ്ട്രാക്ട് ചെയ്ത് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ അതെന്തായി, അതിനെ അങ്ങനെ ബുക്കിൽ രേഖപ്പെടുത്തുന്നതുകൊണ്ട് അതിനെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നു. സോ ഒറിജിനൽ കോസ്റ്റ് ഓഫ് എ പ്രോപ്പർട്ടി മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബുക്ക് വാല്യൂ ആണ്. ഇനി എന്താണ് ഈ സാൽവേജ് വാല്യൂ? നമ്മൾ മുമ്പ് ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ടേമാണ് സാൽവേജ് വാല്യൂ എന്നുള്ളത്. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയുടെ യൂട്ടിലിറ്റി പീരീഡ് എൻഡ് ചെയ്യുമ്പോൾ അത് ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ള വാല്യൂവിനെയാണ് നമ്മൾ സാൽവേജ് വാല്യൂ എന്ന് പറയുക. ഡിസ്മാൻഡിൽ ചെയ്തതിന് ശേഷം അതിനുണ്ടാകുന്ന വാല്യൂവിനെ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്നാണ് പറയുക. ഇനി വാട്ട് ഈസ് ഒബ്സലസൻസ് വാല്യൂ? ഒബ്സലസൻസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയുടെ
വാല്യൂ എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റൈല് മാറിയത് കാരണം അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഡേറ്റ് ആയത് കാരണം എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ കുറഞ്ഞു പോവുക. സോ അതിനെയാണ് നമ്മൾ ഒബ്സൊലസൻസ് വാല്യൂ എന്ന് പറയുക. സോ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഡ്യൂ ടു ദി ഔട്ട് ഓഫ് ഡേറ്റ് ഇൻ സ്റ്റൈൽ. ആ സ്റ്റൈല് പോയത് കാരണം അതിൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടു പോവുക. അതിനെയാണ് ഒബ്സൊലസൻസ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വോളിയം ഈസ് മെഷേർഡ് ഇൻ കറക്റ്റ് ടു ദ നിയറസ്റ്റ്. നമ്മൾ സാധാരണ വോളിയം മെഷർ ചെയ്യുന്നത് എത്ര യൂണിറ്റിലാണ് നമ്മൾ വോളിയം മെഷർ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത്, എത്ര ഡെസിമലിലാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ലീനിയർ മെഷർമെൻറ്റുകളാണ് എന്നുണ്ടെങ്കിൽ 0.01 മീറ്റർ വരെയും 0.01 ഏരിയ ആണെന്നുണ്ടെങ്കിൽ 0.01 മീറ്റർ സ്ക്വയർ വരെയും വോളിയം ആണ് എന്നുണ്ടെങ്കിൽ 0.01 മീറ്റർ ക്യൂബ് വരെയുമാണ് എന്ത് ചെയ്യേണ്ടത്, മെഷർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒക്കെ എന്താണ്, 2 ഡെസിമൽ പ്ലേസ് വരെയാണ് മെഷർ ചെയ്തെടുക്കേണ്ടത്, അപ് ടു 0.01 എന്ന് പഠിക്കുക. 0.1 മീറ്റർ, 0.1 മീറ്റർ സ്ക്വയർ, 0.1 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ വോളിയം എടുക്കുകയാണെങ്കിൽ അത് മീറ്റർ ക്യൂബിലായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പെക്ടഡ് ഔട്ട് ടേൺ ഫോർ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഓർഡിനറി സോയിൽ പെർ മസ്ദൂർ പെർ ഡേയ്സ്. ഒരു ദിവസത്തിൽ ഒരു മസ്ദൂറിന് സോയിലിൽ എക്സ്കവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട് ടേൺ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ 3 m³ എന്നുള്ളതാണ്. ഇത് നമുക്ക് കിട്ടുന്നത് ശരിക്കും ഡാറ്റാ ബുക്കിൽ നിന്നുള്ള ഒരു വാല്യൂ ആണ് ഈ 3 m³ എന്നുള്ളത്. ഒരു മസ്ദൂറിൻ്റെ ഔട്ട് ടേൺ എന്നുള്ളത് എർത്ത് വർക്ക് എക്സ്കവേഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അത് ഓർഡിനറി സോയിൽ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 3 ആണ്. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ ഡാറ്റാസ് കിട്ടുന്നത് ഡാറ്റാ ബുക്കിൽ നിന്നാണ്. നമുക്കറിയാം ഡാറ്റാ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർക്കിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കിട്ടുന്നത് എന്താണ്, ഈ ഡാറ്റാ ബുക്കിൽ നിന്നാണ്. അപ്പോൾ ആ ഡാറ്റാ ബുക്കിൽ നിന്നുള്ള ചില വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് ലേബർ ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ ബിൽഡിംഗ് ഇസ്. ഒരു ബിൽഡിങ്ങിന്റെ കോസ്റ്റിനെ അപേക്ഷിച്ച് ലേബറുടെ കോസ്റ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അതായത് ടോട്ടൽ കോസ്റ്റ്, ഒരു ബിൽഡിങ്ങിന്റെ ടോട്ടൽ കോസ്റ്റും അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ലേബറും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് ലേബർ കോസ്റ്റ് വരിക എന്നുള്ളതാണ് ചോദ്യം. ഇത് ഏകദേശം 25 to 35% ആണ് ഒരു ബിൽഡിംഗ് കോസ്റ്റിന്റെ ഒരു 25 മുതൽ 35% വരെയാണ് എന്ത് ചെയ്യുക, ലേബർ കോസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 1:4 ആണ്. ഏകദേശം 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബിൽഡിംഗ് കോസ്റ്റിന്റെ 1/4 അല്ലേ. ആ 1/4 ആയിരിക്കും എന്ത് ചെയ്യുക, കോസ്റ്റ് ഓഫ് ലേബർ ഉണ്ടാവുക ടു ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ നമുക്കിത് 1:4 എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് കോസ്റ്റിംഗ് ലെസ് ദാൻ 20,000 ഈസ് ടേംഡ് ആസ്. 20,000 താഴെയുള്ള ഒരു വർക്കിനെ നമ്മൾ എന്ത് വർക്ക് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഡെഫിനിഷന് നമ്മൾ പല ബുക്കിൽ പല പോലെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ മുമ്പത്തെ ഒരു വീഡിയോയിൽ 20,000 താഴെയുള്ള വർക്കിനെ മൈനർ വർക്ക് എന്ന് നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ PSCയുടെ ആൻസർ കീയിൽ ഈ 20,000 താഴെ വരുന്ന വർക്കുകളെ പെറ്റി വർക്ക് എന്നാണ് പറയാന്നുള്ളതാണ് ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇതും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലും 20,000 താഴെ വരുന്നതിനെ പെറ്റി വർക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ യൂഷ്വൽ പ്രാക്ടീസിൽ ശരിക്കും 20,000 താഴെ ഉള്ളതിനെ അല്ല പെറ്റി വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 10,000 താഴെ വരുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, പെറ്റി വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് PSCയുടെ ആൻസർ കീ വരുമ്പോൾ എപ്പോഴും എന്താണ് 20,000 താഴെ വരുന്നതിനെ പെറ്റി വർക്ക് എന്ന് പറയുന്നത്. അതൊരു ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് 20,000 താഴെ വരുന്നതിനെ പെറ്റി വർക്കായിട്ട് PSCയുടെ ആൻസർ കീയിൽ ഇപ്പോഴും അങ്ങനെ വരാനുള്ള കാരണം. അപ്പം നമ്മളും അതുപോലെ തന്നെ പഠിക്കുക. 20,000 താഴെ വരുന്നതിനെ പെറ്റി വർക്കായിട്ട് പഠിക്കുക. ദെൻ 20,000 മുതൽ 1,00,000 വരെ ഉള്ളതിനെ മൈനർ വർക്ക് എന്നും 1,00,000 മുകളിൽ വരുന്നതിനെ മേജർ വർക്ക് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ആൻസർ കീ പ്രകാരം 20,000 മുതൽ 1,00,000 വരെ ഉള്ളതിനെ മൈനർ വർക്ക് എന്നും 1,00,000 മുകളിൽ വരുന്നതിനെ മേജർ വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.